വഖഫ് ഭൂമി കൊള്ളയിൽ പ്രക്ഷോഭം ശക്തമാകുന്നു. പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ വൈദികരും തയ്യാറെടുക്കുകയാണ്. ഭൂമി തട്ടിയെടുക്കാനുള്ള വഖഫ് ബോർഡ് നീക്കത്തിൽ ഇടത് വലത് മുന്നണികൾ മൗനം അവലംബിക്കുമ്പോൾ കടുത്ത പ്രതിഷേധത്തിലാണ് ജനം. മതപ്രീണനം മാത്രം കൈമുതലാക്കിയ CPM-ഉം കോൺഗ്രസുമെല്ലാം സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ ചെറായി മുനമ്പം ഭാഗത്ത് ജനത നടത്തുന്ന സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ സ്വയം സമരശക്തിയായി മാറുകയാണ് ഓരോരുത്തരും. ഇതിനൊപ്പം BJP-യും വിവിധ ക്രൈസ്തവ സമുദായ സംഘടനകളും പിന്തുണയുമായുണ്ട്. ഇടവക വൈദികരും തുടർസമരങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നിട്ടിറങ്ങുമ്പോൾ നീതിക്കായുള്ള പോരാട്ടം കൂടുതൽ കരുത്താർജിക്കുകയാണ്. മുനമ്പം കടപ്പുലം പ്രദേശം മുഴുവൻ അഫക്റ്റഡ് ആണ്. ഏതാണ്ട് 610ഓളം കുടുംബങ്ങളുണ്ട്. ഇതിൽ ക്രിസ്ത്യൻസിന്റെ കുടുംബങ്ങൾ മാത്രമല്ല, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുടുംബങ്ങളും അതിൽപ്പെടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു നിവേദനം സാരംഗി മാഡത്തിന് കൊടുത്തിരിക്കുന്നത്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് ഈ ഒരു നിവേദനം കൊണ്ടുപോവുകയും നമുക്ക് നീതി നേടുന്നതിന് വേണ്ടി ഏതറ്റവും വരും പോകുവാനും അദ്ദേഹം തയ്യാറാണെന്ന് പറയുകയും ഉണ്ടായിരുന്നു. പ്രദേശത്തെ 404 ഏക്കറോളം ഭൂമി വഖഫ് സ്വത്താണെന്നായിരുന്നു വഖഫ് ബോർഡിന്റെയും വഖഫ് സംരക്ഷണ വേദിയുടെയും അവകാശവാദം. വിലയാധാരം ലഭിച്ച ഭൂമിയിൽ കരമടച്ച് താമസിച്ചിരുന്ന 610 കുടുംബങ്ങളെയാണ് വഖഫ് ബോർഡ് വഴിയാധാരമാക്കാൻ ശ്രമിക്കുന്നത്. ഗവൺമെന്റ് ഞങ്ങൾക്ക് എഴുതി തന്ന, അവരുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാങ്ങിച്ച് ഞങ്ങൾക്ക് എഴുതി തന്ന ഞങ്ങളുടെ ആധാരങ്ങൾക്കോ ഞങ്ങൾക്ക് മറ്റു സ്ഥാവര പങ്കജസ്ഥങ്ങൾക്ക് ഒരു പ്രാധാന്യവും ഇല്ലാതായി മാറിയിരിക്കുകയാണ്. ഇവിടെയുള്ള 610 നാനാജാതി മനസ്ഥരായ കുടുംബങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയവരുണ്ട്, മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ ലോണിന് അപേക്ഷിച്ചവരുണ്ട്. ഇതൊന്നും ഇവിടെ ഇപ്പോൾ സാധ്യമല്ല. ഇത് നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു ബോർഡ് വന്ന് ഇന്ത്യൻ പൗരന്മാരുടെ മേൽ കുതിര കയറുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഭൂമി തട്ടിയെടുക്കാനുള്ള വഖഫ് ബോർഡ് നീക്കങ്ങൾക്കെതിരായ തീരദേശവാസികളുടെ ചെറുത്തുനിൽപ്പിന് പിന്തുണയുമായി BJP കേരള സഹപ്രഭാരിയും വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള സംയുക്ത പാർലമെന്ററി സമിതി അംഗവുമായ അപരാജിത സാരംഗി ഇന്നലെ പ്രദേശത്തെത്തിയിരുന്നു. 1995-ലെ വഖഫ് ആക്ടും 2013-ലെ ഭേദഗതിയും ഏത് ഭൂമിയും പിടിച്ചെടുക്കാൻ അനുമതി നൽകുന്ന അമിതാധികാരത്തിന്റേതാകുമ്പോൾ കിടപ്പാടമില്ലാതാകുന്നത് ജീവിക്കാനായി പൊരുതുന്ന തീരദേശവാസികൾക്കാണ്. ജനം, കൊച്ചി.